हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम अज्ञानातिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ക്ലാസ്സിലെ എക്സാമിന്റെ കാര്യമായിട്ട് കയറാൻ പറ്റില്ല. അതിന് ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുന്നു. അപ്പോ ഇന്ന് ഞാന് നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ച നമുക്ക് ശിവരാത്രി ആയിരുന്നു. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അത് നല്ലപോലെ ആഘോഷിക്കുകയും ചെയ്തു. ഭഗവാന്റെ പാദത്തിന്റെ രീതിയിൽ നമ്മൾ ആഘോഷിച്ചു. പക്ഷേ ശിവരാത്രിക്ക് അതിൻ്റെതായിട്ടുള്ള മാഹാത്മ്യമുണ്ട്. എന്നാൽ നമ്മൾ വൈഷ്ണവരായതുകൊണ്ട് ചില വൈഷ്ണവർ പറയാറുണ്ട് ശിവരാത്രി മഹാദേവന്റെ തന്നെ, അത് ആഘോഷിച്ചിട്ട് നമുക്ക് എന്താണ് പ്രയോജനം, നമ്മൾ എന്തിനാണ് അത് ആഘോഷിക്കുന്നത്, മഹാദേവന്റെ ആൾക്കാർ ആഘോഷിക്കേണ്ടതല്ലേ, എന്നാൽ വൈഷ്ണവർ അത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ശിവരാത്രിയുടെ മഹാത്മ്യം മഹാഭാരതത്തിൽ തന്നെ ഭീഷ്മദേവൻ പറയുന്നുണ്ട്. മഹാഭാരതത്തില് ഭീഷ്മദേവൻ ആരോ ബെഡിൽ കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിരന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിവരാത്രിയെ സംബന്ധിച്ച് ഭീഷ്മദേവൻ. അപ്പൊ ആ കഥ വന്നിട്ട് ചിത്രഭാനു എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുമായി എല്ലാ ശിവരാത്രി വ്രതവും എടുക്കുമായിരുന്നു. ഒരിക്കൽ അഷ്ടവക്രമുനി അവിടേക്ക് വന്ന സമയത്ത്, ആ ഒരു ശിവരാത്രി നാളാണ് അഷ്ടവക്രമുനി അവിടേക്ക് വന്നത്. ആ സമയത്ത് ഈ ചിത്രഭാനു മഹാരാജനോട് അഷ്ടവക്രമുനി ചോദിക്കും, എന്തിനാണ് അങ്ങ് എല്ലാ ശിവരാത്രിയും എടുക്കുന്നത്, അങ്ങ് ഒരു വൈഷ്ണവനല്ലേ, പിന്നെ ശിവരാത്രി എടുത്തതിന്റെ കാരണം എന്താണ്, അങ്ങ് എന്തിനാണ് ഇത് എടുക്കുന്നത്, ഈ വ്രതം എടുക്കുന്നത്. അതായത് ശിവരാത്രി വ്രതം രണ്ട് രീതിയിൽ എടുക്കാറുണ്ട്. ഒന്ന്, രാത്രി ഉറക്കം ഒഴിയുന്നവർ മാത്രമേ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ശിവരാത്രി വ്രതം എടുക്കുന്നത് അന്നത്തേക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് ഉറക്കം ഒഴിയേണ്ടത്. ആ രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇതേപോലെ അന്നത്തേക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതെ അദ്ദേഹം ഉറക്കം ഒഴിയുന്ന ഒരാളാണ്. അപ്പൊ എന്തിനാണ് അങ്ങ് ഇങ്ങനെ എടുക്കുന്നത് എന്ന് അഷ്ടവക്രമുനി ചിത്രഭാനു മഹാരാജനോട് ചോദിക്കും. അപ്പോ ചിത്രഭാനു മഹാരാജാവ് അഷ്ടവക്രമുനിയോട് പറയും, എനിക്ക് എന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ കൃപ അനുസരിച്ച് ഞാൻ തപസ് ചെയ്ത സമയത്ത് എനിക്ക് എന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മ എനിക്ക് കിട്ടി. ആ സമയത്ത് ഞാൻ എന്റെ കഴിഞ്ഞ ജന്മത്തില് ഒരു വേടനായിരുന്നു. അതായത് മൃഗങ്ങളെയൊക്കെ വധിക്കുന്ന ഒരു വേടനായിരുന്നു ഞാൻ എന്റെ കഴിഞ്ഞ ജന്മത്തില്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ജന്മത്തില് ഞാൻ ഓരോ മൃഗങ്ങളെയും എല്ലാ മൃഗങ്ങളെയും എന്റെ ശബ്ദം കൊണ്ട്, അതായത് അദ്ദേഹം ആ മൃഗങ്ങളുടെ ശബ്ദം അനുകരിച്ചിട്ട് ആ ശബ്ദം കാരണം ഓരോ മൃഗങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുമ്പോ അവരെ അങ്ങനെ കൊല്ലാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം മൃഗങ്ങളെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു മൃഗത്തെ കിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അന്നത്തെ ഭക്ഷണം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനും പറ്റിയില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓരോ മൃഗം കിട്ടും 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 എന്ന് വിചാരിച്ച് വൈകിട്ടായി, രാത്രിയായി, ഈ സമയം പോകുന്ന അറിയില്ല, ഇദ്ദേഹം ഇങ്ങനെ മൃഗത്തിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ സമയം പോയ സമയത്ത് അത് ഭയങ്കര രാത്രിയായി, ഇരുട്ടായി. ഇപ്പൊ കാട്ടിലൊക്കെ ഇരുട്ടായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതായത് എങ്ങോട്ട് പോകണം, ഏത് വഴിയാണ് നമ്മൾ വന്നത്, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിനും ഏകദേശം അതേ ഒരു അവസ്ഥയായി. ഈ ഈ ഈ വേടന് എവിടെയാണ് പോയത്, തന്റെ സ്ഥലം എവിടെയാണ് എന്നൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ ഇദ്ദേഹം ചുറ്റും നോക്കുകയാണ്, ഞാൻ എവിടെ പോകണം എന്ന് നോക്കുകയാണ്. അപ്പോ പെട്ടെന്ന് ഭയങ്കര മഴയും ഇടിയും മിന്നലും എല്ലാം കൂടെ വരാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് ഒട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇദ്ദേഹം തന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മഴ വരുമ്പോൾ കാട്ടിൽ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങി. ആ മരത്തിന്റെ ഒരു ചില്ലയിൽ കയറി ഇരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം തനിക്കൊന്നും വീട്ടിൽ പോകാൻ പറ്റിയില്ല, ഭക്ഷണമില്ല കഴിക്കാൻ, വെള്ളമില്ല കുടിക്കാൻ, ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കണം, അത് മഴ, അപ്പൊ ഉറങ്ങാനും പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇദ്ദേഹം ഇത് സമയം പോക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരുന്ന ആ മരത്തിലിരുന്ന ഇലകളൊക്കെ ഇങ്ങനെ പറിച്ച് ചുമ്മാ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ പറിച്ച് കീറി ആ മരത്തിന്റെ താഴേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹം കരയുന്നുണ്ടായിരുന്നു, ആ കരച്ചില്. പക്ഷെ ഇദ്ദേഹം അറിയാതെ ആ മരത്തിന് താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു, ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു ബിമലയുടെ മരത്തിന്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. അപ്പൊ മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ള ഇലയാണ് ബിമല. അപ്പൊ ആ ബിമല ഇലയാണ് ഇദ്ദേഹം പിരിച്ച് ആ ശിവലിംഗത്തിന്റെ പുറത്തൂടെ ഇട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കണ്ണുനീരും ധാരയായിട്ട് എന്ത് ചെയ്തു, മഹാദേവന്റെ ആ ഒരു ശിവലിംഗത്തിൽ വീഴുന്നുണ്ടായി. അത് മാത്രമല്ല അന്നത്തെ ദിവസം ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം കഴിച്ചില്ല. അന്ന് ഇതിന് ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല. അതേപോലെ തന്നെ ഇദ്ദേഹം അന്ന് ഉറങ്ങിയില്ല, മഴ കാരണം ഉറങ്ങില്ല. അങ്ങനെ അദ്ദേഹം അറിയാതെ അദ്ദേഹം അന്ന് ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം
കുറെ വൈഷ്ണവ ഭൂതന്മാര് വന്നിട്ട്, അതായത് ശിവഭൂതന്മാര് വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മോക്ഷം കിട്ടി, നിങ്ങൾക്ക് മോക്ഷം കിട്ടി, നിങ്ങൾ ഇങ്ങനെ വ്രതം എടുത്തു, ഞങ്ങൾക്ക് ഇങ്ങനെ സിദ്ധി കിട്ടി, ഞങ്ങൾ ഇന്നലെ ആത്മദൃഷ്ടി കൊണ്ട് കണ്ടു, നിങ്ങൾക്ക് മോക്ഷം കിട്ടി, മോക്ഷം കിട്ടി എന്ന് പറഞ്ഞു. അപ്പോ അപ്പൊ ഈ കഥ ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജന്മത്തിലെ കഥ. അപ്പൊ ഇത് പറഞ്ഞു തീരുമ്പോ ഇദ്ദേഹം അഷ്ടവക്ര മുനിയോട് പറയും, ഞാൻ കഴിഞ്ഞ ജന്മത്തില് അറിയാതെയാണ് ഒരു ശിവരാത്രി വ്രതം എടുത്തത്, അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ എനിക്ക് ഞാൻ രാജാവായിട്ട് ജനിക്കുന്നുണ്ടായി. അപ്പോ ഞാൻ അറിഞ്ഞുകൊണ്ട് ശിവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാൽ, എല്ലാ ശിവരാത്രി വ്രതവും ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുണ്യം അല്ലെങ്കിൽ മഹാത്മ്യം എന്തായിരിക്കും അങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ വൈഷ്ണവരെ സംബന്ധിച്ച് നമുക്ക് കൈലാസത്തിൽ പോകാനോ അല്ലെങ്കിൽ മോക്ഷം കിട്ടാനോ അല്ല നമ്മൾ ശിവരാത്രി വ്രതം എടുക്കുന്നത്. നമ്മൾ ശിവരാത്രി വ്രതം എടുക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഭഗവാൻ ആകെപ്പാടെ ഒരാളെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, മഹാദേവനെ. മഹാദേവൻ ഭഗവാന്റെ ആരാധനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ, അതായത് പരമ വൈഷ്ണവൻ എന്ന് പറയുന്നതും മഹാദേവൻ തന്നെയാണ്. അതുകൊണ്ട് ഈ മഹാദേവന്റെ വ്രതം എടുക്കുന്നത് നമ്മുടെ ഭക്തി, അതായത് മഹാദേവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൃന്ദാവനത്തിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ വൃന്ദാവനത്തിൽ നമ്മുടെ ഭക്തി ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് സ്പിരിച്വലി നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശിവരാത്രി വ്രതം എടുക്കുന്നത്. അപ്പൊ നമ്മൾ ശിവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഭക്തി കൂടെ, നമ്മുടെ ഭക്തിയിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് നല്ലപോലെ ചാൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് ഭക്തിയിൽ ഉയരാൻ വേണ്ടിയിട്ട് മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ ഈ കഥ ഭീഷ്മദേവൻ യുധിഷ്ഠിര മഹാരാജാവിന് ശിവരാത്രി ദിവസം, അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ സമയത്തും ചിലപ്പോ ഇന്നും വൈഷ്ണവര് ശിവരാത്രി വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. മഹാദേവന് നമ്മൾ ഭഗവാന്റെ ആൾക്കാരെ, പക്ഷെ നമ്മൾ ഈ ഡെമ്മി ഗോഡ്സിനെ ഒന്നും അല്ലെങ്കിൽ അല്ലാത്ത ദേവി ദേവന്മാരെയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ലോകങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അതിനാരുണ്ട്, ഭഗവാനുണ്ട്. നമ്മൾ അവരെ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ ഭക്തിയിൽ ഉയരാനും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുമാണ്. കാരണം നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മളെ സഹായിക്കും. ഇവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ. കാരണം ഇവര് ഭഗവാന്റെ ദാസരാണ്. ഭഗവാൻ കൊടുത്തിരിക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആരുടെ ഇതും വേണം, ഈ ദേവി ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് വേണം. ഹരേ കൃഷ്ണ.